എവിടെയാന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ പൊറോട്ട അങ്ങ് എടുക്കുക, ബീഫും ചിക്കനും മിക്സ് ആക്കി അങ്ങ് വായില് വെക്കുമ്പോ എന്റെ സാറേ സ്വർഗ്ഗല്ല. സ്വർഗ്ഗത്തിന്റെ അപ്പുറം കാണും. അതിന്റെ കൂടെ ഒരു ചായയും കൂടി കുടിച്ചാ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോ എന്റെ ഡാവേ 12 മണി. ഉച്ചയ്ക്കല്ലടോ, രാത്രിയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ വിടൂ. എങ്ങട്ടാന്നൊന്നും അറിയില്ല. ഒരുത്തൻ താഴെന്ന് വിളിച്ചാടാ, ഞാൻ താഴണ്ട്, നീ വണ്ടിയിലോട്ട് പോവാ. പിന്നെ നമുക്ക് പിന്നീട് അങ്ങ് തീരുമാനിക്കാം ഇവിടെ പോവാന്ന്. ഒന്നും നോക്കില്ല, നേരെ വണ്ടിയിൽ അങ്ങ് വലിഞ്ഞു കയറി. പിന്നെ വണ്ടി ഇല്ലാത്തോണ്ട് നടന്നു പോകണം എന്നോർത്ത് മാത്രം ഞങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കാലിക്കറ്റ് സ്റ്റോറി. ഇസൈസിലും കരാമയിലും ഉള്ളവർക്ക് പറയേണ്ട കാര്യമല്ല. എന്റെ മുതേ അടിപൊളി എന്ന് പറഞ്ഞാൽ വികാരത്തിന്റെ നിറകുടമാണ് കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അവിടുത്തെ മീൽസ് ഉണ്ടല്ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ടേസ്റ്റ് ആണ്, ഹൈ ക്വാണ്ടിറ്റി ആണ്, ഒന്നും പറയാല്ല. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് സ്റ്റോറീസിൽ കയറി. വിഷു ആണല്ലോ, വിഷു ആയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ. ഞങ്ങൾ അങ്ങനെ നല്ല മുരിഞ്ഞ പൊറോട്ടയും ചിക്കനും അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങ് കഴിച്ചു. എന്റെ മോനെ 3 പൊറോട്ട രാത്രി 12 മണിക്ക് പോയ വഴി അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചായം കൂടി ആയാല് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഒന്നും പറയല്ല. കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് മുത്തേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫുഡ് ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ, ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ കാലിക്കറ്റ് സ്റ്റോറീസിൽ പോയി അങ്ങ് വിടുക. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് വണ്ടി പോയിട്ട് ഒരു കിണ്ടി പോലും ഇല്ലാത്ത ഞങ്ങളായിരുന്നു. വണ്ടി ആയപ്പോൾ എന്താ ഒരു ലൈഫിലെ സെറ്റാണ് കേട്ടാ.